തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ഗിരിജ എന്നാണ് പേര്. വലിയ തുറ തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രെഡി ജോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ കത്തോലിക്ക സഭയിൽ ഒരു പാസ്റ്റർ ഉണ്ട്, ഒരു പ്രവാചകനുണ്ട്. ലാറ്റിൻ കത്തോലിക്ക സഭയിൽ ഇങ്ങനെയുള്ളവന്മാരുണ്ടോ? പ്രവാചകന്മാരൊക്കെ ഉണ്ടോ? ഫ്രെഡി ജോൺ ലാറ്റിൻ കത്തോലിക്ക സഭയിൽ ഇയാൾ പണ്ടേ ഉള്ളത്. ഫ്രെഡി ജോൺ ആദ്യം അയാളെ വീട്ടിൽ ഒരു കൊച്ചു പള്ളി പോലെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴാ സഭയിലുള്ള എല്ലാവരെയും എതിർത്ത് ഭയങ്കര അവിടെ ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം ഞാനും പങ്കെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം അവിടെ ഒരു ആരാധന കൂടുമായിരുന്നു. ആ സഭയിൽ ആ പരിസരവാസികളെല്ലാം ശക്തമായിട്ട് എതിർത്തു. പിന്നെ ഇതങ്ങ് നിർത്തിയിട്ട് ഇപ്പൊ ഇത് നടത്തുന്നത് പാപ്പനംകോട് വെച്ചാണ്. അവിടെ അച്ഛനെ രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ടുവന്ന് മാസത്തിൽ 2 പ്രാവശ്യം അവിടെ കുർബാനയൊക്കെ നടത്താറുണ്ട്. പാപ്പനംകോട് ഒരു വീട്ടിൽ വെച്ച്. ഈ ഫ്രെഡി ജോൺ എന്ന് പറയുന്ന വീട്ടിൽ എല്ലാ വീടുകളിലും എല്ലാ വീട്ടിലും പ്രാർത്ഥനയ്ക്ക് ഇയാൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. അന്ധമായിട്ട് പോയിട്ട് നിങ്ങളെ വീട്ടിൽ അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളെ എതിരായിട്ട് നിന്ന് ഇയാൾക്ക് ശത്രുവായിട്ട് ഇയാൾക്കെതിരായിട്ട് പറയുന്നവരെ ആരെങ്കിലും ഇയാൾക്ക് ഒരു അസുഖം വന്നാൽ ഇയാളെ വീട്ടിൽ പോകും ആദ്യം പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥിച്ചിട്ടായിരിക്കും ആ വ്യക്തി ആശുപത്രിയിൽ പോകുന്നത്. അപ്പൊ ഇയാള് പറയും നിങ്ങളെ അമ്മാവി അല്ലെങ്കിൽ നിങ്ങളെ മരുമോള് നിങ്ങൾക്ക് ക്ഷുദ്രം ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പല കുടുംബങ്ങളിലും ഇങ്ങനെ അലോക്യം ഉണ്ടാക്കി വെക്കുകയാണ്. അത്രയും ഇയാള് പറയും നിങ്ങൾക്ക് ആ ആള് നിങ്ങൾക്ക് കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പോയി നിങ്ങൾക്ക് കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പല വീട്ടിലും ഇങ്ങനെ സഹോദരങ്ങൾ തമ്മിലും മക്കള് തമ്മിലും മരുമക്കള് തമ്മിൽ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ആ മാനസികവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഇപ്പം. നിങ്ങളുടെ വീട്ടിൽ ഇയാൾ പ്രാർത്ഥിക്കാൻ വന്നോ അതോ നിങ്ങളുടെ കുടുംബക്കാരെ ആരെങ്കിലും ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചോ? എന്റെ വീട്ടില് സ്ഥിരം ഇയാള് സന്ദർശകനായിരുന്നു, സ്ഥിരം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴ് ഞങ്ങൾ തമ്മിൽ മരുമക്കളുമായിട്ട് ഒരു പ്രശ്നവും ഒന്നുമില്ല. ഈ മരുമക്കളെ വീട്ടില് മരുമക്കൾക്ക് അനിയത്തിമാരുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ വരുമ്പോഴ് ഇവരെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് കാര്യം ഇയാളുമായിട്ട് അടുത്തപ്പോ എനിക്ക് അത്ര ഇയാളെ സ്വഭാവ രീതികളൊന്നും അത്ര വലിയ പന്തികേടായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇപ്പം ഇയാള് മിക്കവാറും വീടുകളിൽ ഇയാള് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇയാൾ പ്രവചിക്കും. ഇന്നത് ഇങ്ങനെ അപ്പുറം അതാണ് ഇതാണെന്നൊക്കെ ഇയാൾ പ്രവചിച്ചിട്ട് അയാൾക്ക് എന്താണ് സാഹചര്യം കിട്ടുന്നത് അവിടെ നിന്നൊക്കെ വാങ്ങേണ്ടതൊക്കെ വാങ്ങിക്കുകയും ചെയ്യും. എന്നിട്ട് പ്രവചിച്ചിട്ട് പറയും കാര്യം അവർ തമ്മിൽ നല്ല ഒരു ആത്മബന്ധം കാണും. അപ്പൊ അവരെ പിരിച്ചു വെച്ചാലേ ഇയാളെ കളി അവിടെ നടക്കൂ. അപ്പൊ ഇയാള് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് അവരതാ നിങ്ങളെ വീട്ടില് ഇന്ന ആള് നിങ്ങളെ അമ്മാവി അല്ലെങ്കിൽ നിങ്ങളെ മരുമോള് അല്ലെങ്കിൽ നിങ്ങളെ അമ്മാവി നിങ്ങൾക്ക് ക്ഷുദ്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പോയി മാന്ത്രികന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് ക്ഷുദ്രപ്രയോഗം ചെയ്തത് കൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ ഈ രോഗം ഇപ്പൊ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ട് അവരെ നിങ്ങൾ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ് എല്ലാ സഹോദര ബന്ധങ്ങളെയും അമ്മാവി മരുമോള ബന്ധങ്ങളെയും ഇങ്ങനെ ഇയാൾ പ്രവചിച്ച് ആ പോണവരെ ഇയാൾ അന്ധമായി വിശ്വസിക്കുകയാണ്. ഇവനെയൊക്കെ പിന്നെ ഈ പൈശാചികനെയൊക്കെ നിങ്ങളൊക്കെ എന്തിനാ വീട്ടിൽ വിളിച്ച് കയറ്റിയത്? ഇവനൊക്കെ ഇതുപോലത്തെ ഫ്രോഡാന്ന് അറിയത്തില്ലായിരുന്നോ? ഞാൻ ഒഴിച്ചു വെച്ചിട്ട് 4 വർഷമായി. ഇപ്പൊ എന്റെ മരുമോളെ വീട്ടിൽ ചെന്ന് എന്റെ മരുമോള അനിയത്തിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ വീട്ടിൽ പോയി പറയാണ് നിങ്ങൾക്ക് നിങ്ങളെ മോന്റെ അമ്മ നിങ്ങളെ വീട്ടിൽ ക്ഷുദ്രപ്രയോഗം ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് മാനസികമായിട്ട് ഇപ്പൊ അവരെ തമ്മിൽ ഞങ്ങൾ നല്ല ടെൻഷനായിരുന്നു. ഇപ്പൊ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വലിയോറ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ സംസാരിച്ചപ്പോഴേ നിങ്ങൾ ഇനി വിഴിഞ്ഞ സ്റ്റേഷനിൽ പൊയ്ക്കോളാൻ പറഞ്ഞ് ഞാൻ ഇന്ന് വിഴിഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ്. ഇവരിപ്പോ ആദ്യമേ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം അവിടേക്ക് പോകുന്നതിൻ്റെതായ കലിപ്പാണോ യഥാർത്ഥത്തിൽ പരാതി കൊടുക്കാൻ കാരണം? ഇപ്പം ആദ്യം എന്റെ മരുമോളെ വീട്ടിലാണ് ഇയാൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പൊ അവരാണ് എന്നെയും കൂടെ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഇപ്പോഴേ ഞാൻ അവിടെ ഇപ്പൊ ഇവരുമായിട്ട് അടുത്തത്ര എനിക്ക് തോന്നി. ഇപ്പൊ എനിക്ക് ആളത്ര പന്തിയേടായിട്ട് തോന്നണില്ല. ഞാൻ അങ്ങ് അകന്നപ്പോഴ് ഇയാള് അവിടെ പോയി എല്ലാത്തിനും പറയാണ് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഇപ്പൊ ഒരാളിന് രോഗം വന്നിട്ട് അടുത്ത ആളിന് രോഗം വരുമ്പോഴേ അവിടെ പോയി അവർ പറയാണ് നിങ്ങൾ അവരെ വീട്ടിൽ പോകല് നിങ്ങൾക്ക് കൂടോത്രം ചെയ്തു. ഞാൻ നിരന്തരം ഇത് 2-3 പ്രാവശ്യം പോയി ഇയാളടുത്ത് പോയി വാണിംഗ് കൊടുത്ത് ഇങ്ങനെ ബ്രദർ പറയരുത് എന്ന് പറയും.
ഇപ്പം വീണ്ടും വീണ്ടും ഇയാള് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവര് ഇങ്ങനെ, ഇന്നലെ അവരെന്റെ കൂടെ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ വെള്ളിയാഴ്ച ദിവസമാണ്, ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയണം, നീ ബ്രദർ എന്നെ വിളിച്ച് ഇപ്പൊ പറഞ്ഞു നീ എവിടെ പോയി കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും അത് ആവർത്തിച്ച്. മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഈ പൈശാചിക തെമ്മാടികളെ വീട്ടിൽ കയറ്റുവോ ഇവന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പോവുകയോ ഒന്നും ചെയ്ത് ഇവനൊക്കെ എന്തോ പ്രവചനം? നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഇവനൊക്കെ എന്ത് പ്രവചിക്കാനാ? ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ഉറപ്പും ഒരു കരുതലും ഒക്കെ ഉണ്ടാവണം. എന്ത് പ്രതിസന്ധി വന്നാലും ദൈവം കൂടുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇവന്മാരെ ഇടയ്ക്ക് കയറ്റേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? ഇവനെ ഒന്നും യാതൊരു കാരണവശാലും വീട്ടിൽ കയറ്റുവോ ഇവന്റെയൊക്കെ പ്രാർത്ഥനകൾക്ക് പോവുകയോ ഇവന്റെയൊക്കെ മധ്യസ്ഥത നമുക്കെന്തിന്? വീട്ടിലിരുന്ന് ദൈവത്തെ വിളിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. ഇവന്മാരുടെ ആരുടെയും ശുപാർശ ദൈവത്തിന് വേണോ? ഫ്രെഡിയുടെ മധ്യസ്ഥത നമുക്ക് ആവശ്യമുണ്ടോ? ഇവൻ ഇടനിലക്കാരനായിട്ട് നിന്ന് പറഞ്ഞാലേ ദൈവം കേൾക്കത്തുള്ളൂ. ഇതെങ്കിലും ഇനി ഒരു പാഠമാകുക. ഇങ്ങനെയുള്ള ഈ പൈശാചികദാസന്മാരെ വിളിച്ചു കയറ്റരുത്. അവനൊക്കെ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്നേഹം കാണിക്കും, അവിടെ ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ അവൻ്റെയൊക്കെ തനി സ്വഭാവത കാണിക്കും. ഇവനിലൊക്കെ എന്ത് ആത്മീയതയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഇയാളിൽ നിന്ന് 4 വർഷമായി ഞാൻ അകന്നു. ഇപ്പൊ അകന്നപ്പോ ഇയാളടുത്ത് ഞാൻ ഇയാളെ അത് ഞാൻ പറഞ്ഞ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ പേരെയും കുറ്റം പറഞ്ഞു. കാരണം ഈ 4 വർഷമായിട്ട് ഇവനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അവസാനം ഇപ്പൊ അവനിൽ നിന്ന് പിണങ്ങി കഴിഞ്ഞപ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇവരിൽ നിന്നൊക്കെ തുടക്കം മുതലേ അകന്ന് നിൽക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. തുടക്കം ഞാൻ പോയില്ലെങ്കിലും പോകുന്ന വീട്ടിൽ പോയാണ് ഇങ്ങനെ ഓരോ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന ആള് കാര്യം, അവരുടെ വീട്ടിൽ അവരുടെ സഹോദരങ്ങളും ഇങ്ങനെ ക്ഷുദ്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ ഇതൊക്കെ ഇവന്റെയൊക്കെ ഈ പൈശാചികന്മാരുടെ പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാലേ ആളുകൾ ഇവന്മാരെ ചേർത്ത് നിർത്തുകയും ഇവന്മാരുടെ കച്ചവടം നടക്കത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിക്കുകയാണ് ഇവന്മാരുടെ പരിപാടി. ഈ സാത്താന്മാരെ വീട്ടിൽ കയറ്റരുത്. ഇവനൊക്കെ കിട്ടുന്നത് വെച്ച് അടിച്ചു ഓടിക്കണം. ഇവനൊക്കെ സൗകര്യം കിട്ടുമെങ്കിൽ അവരെ പ്രമാണം ചോദിച്ച് വാങ്ങുന്നു, അവരുടെ വീട്ടിലെ പെണ്ണ് ഭർത്താക്കന്മാരൊന്നും ഇടയില്ലെങ്കിൽ അവരുടെ ആഭരണങ്ങൾ വാങ്ങുന്നു, അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വാങ്ങുന്നു ഇയാള്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകള് ഇവനൊക്കെ വീട്ടിൽ കയറ്റാൻ ആളുണ്ടായിട്ടല്ലേ ഇവനൊക്കെ ഈ പണി കാണിക്കുന്നത്. ഇവനൊന്നും വീട്ടിൽ കയറാൻ വയ്യാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഇവനൊക്കെ ഈ വീടുകളിൽ വന്ന് ഇങ്ങനത്തെ തട്ടിപ്പ് കാണിക്കാൻ വരുമോ? അത്തരം ജാഗരൂകരാണെന്ന് ഇങ്ങനെയുള്ള ഈ കുടിൽ വ്യവസായവുമായിട്ട് വരുന്ന ഇവനെ ഒന്നും വീടുകളിൽ കയറ്റരുത്. ഇവന്റെയൊക്കെ ഉപദേശം എന്തിനാ? വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. എന്നിട്ട് അവസാനം ഇവനന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടോ? ഇവനൊന്നും ഒരു നാണവും ഇല്ല, മാനവും ഇല്ല. ഇവനൊക്കെ വീണ്ടും അടുത്ത ഒരു സ്ഥലത്ത് പ്രശ്നമാകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും, വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കണം. ഇനി ഇങ്ങനെയുള്ള ഈ പൈശാചികദാസന്മാരുടെ പുറകെ പോവുകയോ ഇവന്മാരെ വീട്ടിൽ കയറ്റുകയോ ചെയ്യരുത്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. കൂടുതലും തമിഴ്നാട് എല്ലാ ബന്ധമുണ്ട്. ഇയാൾ വിൽസന്റെ MLA അടുത്ത ആളാണ്. എന്നെ കൊണ്ട് ഇയാളെ ഞാൻ അനുഭവിക്കുമ്പോൾ ഇയാളെ കൊണ്ട് അനുഭവിക്കുന്ന ഒത്തിരി പേര് കാണും പുറത്ത് പറയാതെ. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ കുറച്ചു പേരെങ്കിലും ഇയാളെ മനസ്സിലാക്കട്ട്. ഇയാളെ കൊണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളാം. എല്ലാരെ വീട്ടിലും പോയി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അപ്പോഴും കുറെ പേരിങ്ങനെ മനസ്സിലാക്കി ഈ വാർത്ത ഇങ്ങനെ ആയി കാണുമ്പോഴേ, കാര്യം ഇപ്പൊ ഈ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരത് കണ്ട് കുറെ പേരെങ്കിലും അതൊരു പഠിക്കട്ട്. ഇതുപോലെ ഉള്ള ഇയാൾ ഇങ്ങനെ പല കുടുംബങ്ങളെ ദ്രോഹിക്കുകയാണെന്നുള്ള രീതിയിൽ ഇയാളത് പഠിക്കട്ടെ.